നമുക്ക് സുസ്ഥേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഉൽപ്പത്തിയുടെ പുസ്തകം. എൻ്റെ യജമാനൻ എന്നെ കൊണ്ടൊരു സത്യം ചെയ്യിച്ചു. ഞാൻ പാർക്കുന്ന കാനാൻകാരുടെ നാട്ടിൽ നിന്ന് എൻ്റെ മകന് നീ ഒരു വധുവിനെ തിരഞ്ഞെടുക്കരുത്, മറിച്ച് നീ എൻ്റെ പിതാവിൻ്റെ നാട്ടിൽ എൻ്റെ ചാർച്ചക്കാരുടെ അടുത്ത് പോയി എൻ്റെ മകനൊരു ഭാര്യയെ നീ കണ്ടുപിടിക്കണം. ഞാൻ ചോദിച്ചു, ഒരു വേള പെൺകുട്ടി എൻ്റെ കൂടെ വന്നില്ലെങ്കിലോ? അവൻ എന്നോട് പറഞ്ഞു, ഞാൻ സേവിക്കുന്ന കർത്താവ് തൻ്റെ ദൂതനെ നിൻ്റെ മുൻപേ അയച്ച് നിൻ്റെ വഴി ശുഭമാക്കും. എൻ്റെ പിതാവിൻ്റെ വീട്ടിൽ നിന്ന്, എൻ്റെ ചാർച്ചക്കാരിൽ നിന്ന് നീ എൻ്റെ മകന് ഒരു വധുവിനെ തിരഞ്ഞെടുക്കും. ഞാൻ മാത്തുക്കുട്ടിയുടെ ക്ലാസ്മേറ്റാണ്. നിങ്ങളുടെ ഈ കുർബാന അർപ്പിക്കുവാൻ, ഈ ഒരു വിവാഹ കൂതാശയിൽ ഒരു ആശ്രയിക്കുവാനും എനിക്ക് സാധിച്ചതിൽ വളരെയധികം സന്തോഷിക്കുന്നു. വികാരിച്ച
നമ്മൾ ഈ പള്ളിയിലായിരിക്കുമ്പോൾ, ഈ ഒരു ദേവാലയത്തിലായിരിക്കുമ്പോൾ നമ്മൾ ചില മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ ഈ കുർബാനയിൽ, ഈ ഒരു കൂദാശയിൽ പങ്കെടുക്കുമ്പോൾ ഈ ഒരു പള്ളിക്ക് അനുസൃതമായ ചില മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങയുടെ കൽപ്പനകൾ പാലിച്ച് ജീവിക്കുന്ന കുടുംബത്തിൽ വളരെ സഹായിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ മഹത്വത്തിലും മനുഷ്യർക്ക് നന്മയ്ക്ക് വേണ്ടി യോഗ്യതയോടുകൂടെ ചെയ്യാൻ ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. എന്റെ പുത്രിയെ ശ്രദ്ധിച്ച് കേൾക്കുക, എന്റെ ജനത്തെയും പിതൃഗൃഹത്തെയും മറന്നുകളയുക. ഞങ്ങളുടെ രക്ഷകനായ സഭയിൽ സന്തോഷിക്കുക. നിത്യനായ ദൈവം തന്റെ സ്നേഹം പോലും നിന്നെ തന്റെ മനവാട്ടിയായി തെരഞ്ഞെടുത്തു. അവളുടെ മേലങ്കി പൊന്നുപൊതിഞ്ഞതാകുന്നു. വിലയേറിയ കാഴ്ചകളുമായി രാജാവിനെ സന്ദർശിക്കും. തോഴികളായ അനുഗ്രഹിക്കും. എല്ലാ തലമുറകളും അവിടുത്തെ നാമം അനുസ്മരിക്കും. ഭവനത്തിൽ സമൃദ്ധമായ മക്കൾ പോലെയുമായിരിക്കും. കർത്താവിനെ ഭയപ്പെടുന്നവരെല്ലാം ഇപ്രകാരം അനുഗ്രഹീതരാകും. ജീവിതത്തിന്റെ ഓരോ ദിവസവും കർത്താവ് സ്നേഹിയിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കട്ടെ. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. രക്ഷകനായ സഭയിൽ സന്തോഷിക്കുക. നിത്യനായ ദൈവം തന്റെ സ്നേഹം പോലെ നിന്നെ തന്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. സമാധാനം നമ്മോടുകൂടി. കർത്താവായ ദൈവമേ, ഞങ്ങൾ വീട്ടിലുള്ള പ്രകാശത്തിനുമായി എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകലസൗഭാഗ്യങ്ങളും നന്മകളും കൊടുക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. എന്തുകൊണ്ടെന്നാൽ സകലത്തിന്റെയും നാഥനും സൃഷ്ടാവാകുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.
സമാധാനം നമ്മോടുകൂടെ. എന്റെ കർത്താവ് വിശുദ്ധമായ ശരീരങ്ങൾ അർപ്പിക്കുന്നവന്മാർ പരിശുദ്ധവും ചിന്തകളാകും ഞങ്ങളെപ്പോഴും സ്ത്രീകളെ ആരാധനയെ സമർപ്പിക്കാൻ കടപ്പെട്ടവരാകും സ്ഥലത്തിന്റെയും നാഥ എന്നേക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവ്വരും ഒന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവ്വേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. നമുക്ക് പ്രാർത്ഥിക്കാൻ. സമാധാനം നമ്മോടുകൂടെ. സഹോദരരെ, വിശുദ്ധ പൗലോസ്ലീഹ എഴുതിയ ലേഖനം, പൗലോസ്ലീഹ എഫെസോസുകാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 20 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ വിരാശിക്കണമേ. എപ്പോഴും എല്ലാറ്റിനും വേണ്ടി നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പിതാവ് ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുകയും ക്രിസ്തുവിനോടുള്ള ബഹുമാനത്തെ പ്രതി നിങ്ങൾ പരസ്പരം വിധേയരായിരിക്കുകയും ഭാര്യമാരെ നിങ്ങൾ കർത്താവിനെ എന്നാൽ ക്രിസ്തു തന്റെ ശരീരമായി സഭയുടെ ശിരസ്സായിരിക്കുന്നത് പോലെ ഭർത്താവ് ഭാര്യയുടെ ശിരസ്സാണ്. ക്രിസ്തു തന്നെയാണ് ശരീരത്തിന്റെ രക്ഷകനും. സഭ ക്രിസ്തുവിന് വിധേയം ആയിരിക്കുന്നത് പോലെ ഭാര്യമാരുടെ കാര്യത്തിലും ഭർത്താക്കന്മാർക്ക് വിധേയമായിരിക്കണം. ഭർത്താക്കന്മാരെ ക്രിസ്തു സഭയെ സ്നേഹിക്കുകയും അവരെ ശുദ്ധീകരിക്കാൻ വേണ്ടി തന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അവൻ സഭയെ വിശദീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി വചനത്താൽ എണ്ണയുണ്ടാക്കി. ഇത് അവളെ കരയോ ചുരുക്കോ മറ്റു പ്രഭുകളോ ഇല്ലാത്ത മഹത്വപൂർണ്ണനായി തനിക്ക് തന്നെ. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാണ് സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ വെറുക്കുന്നില്ലല്ലോ. ക്രിസ്തു സഭയെ എന്ന പോലെ അവൻ അതിനെ പരിപോഷിപ്പിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു. എന്നാൽ നാം അവൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളാണ്. ഇക്കാരണത്താൽ പുരുഷപിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേരും. അവർ രണ്ടുപേരും ഒന്നാവുകയും ചെയ്യും. ഇതൊരു വലിയ രഹസ്യമാണ്. സഭയോടും ക്രിസ്തുവിനോടും ബന്ധപ്പെടുത്തിയാണ് ഞാൻ ഇത് പറയുന്നത്. ചുരുക്കത്തിൽ നിങ്ങളിൽ ഓരോ വ്യക്തിയും തന്നെ പോലെ തന്നെ ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യയാകട്ടെ ഭർത്താവിനെ ബഹുമാനിക്കുകയും വേണം. ഹല്ലേലൂയ, പാടിടുന്നേ. ഹല്ലേലൂയ, 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 പാടിടുന്നേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, നല്ലൊരാശയമെമ്പനാരം വന്നു നിറഞ്ഞു തൊടുന്നിടുന്നു. അതുപോൽ സുതനും പരിശുദ്ധാത്മാവിനും സ്തുതിയുയരട്ടെ. ആദിമുതൽക്ക് ഇന്നും നിത്യവുമായി ഭവിച്ചിടട്ടെ. ഹല്ലേലൂയ, പാടിടുന്നേ.
സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. മൂന്നാം ദിവസത്തിന് കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും വിവാഹ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ യേശുവിന്റെ അമ്മ അവളോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്ക് നടക്കുമെന്ന് എൻ്റെ മണിക്കൂർ ഇനിയും ആയിട്ടില്ല. അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് എന്തായാലും അത് ചെയ്തു. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിന് വെള്ളം നിറയ്ക്കുന്ന 6 കൽപ്പനകൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2 or 3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുമെന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം പക്കോളം നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരനെ അടുത്ത് കൊണ്ട് ചെല്ലുവിൻ എന്നവൻ പറഞ്ഞു. അവർ പ്രകാരം ചെയ്തു. വീഞ്ഞായി മാറിയ ആ വെള്ളം കലവറക്കാരൻ രുചിച്ചു നോക്കി. അത് എവിടെ നിന്നാണെന്ന് അവർ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കൂടി പരിചാരകർ അറിഞ്ഞിരുന്നു. കലവറക്കാരൻ മണവാളനെ വിളിച്ചു. അവൻ പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളവന്നു. അതിഥികൾക്ക് ലഹരി പിടിച്ച് കഴിയുമ്പോൾ താഴ്ന്ന തരണം. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ. യേശുവിന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് കാനായിൽ പ്രവർത്തിച്ച ഈ ഒരു അത്ഭുതം. അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. മാതൃകയുടെ മാതാപിതാക്കളായ ജോൺ ചേട്ടാ, ചേച്ചി, അച്ഛൻ മാതാപിതാക്കളായ സണ്ണ ചേട്ടാ, ചേച്ചി, കുടുംബാക്കൾ, കാരാക്കളെ, കുടുംബാംഗങ്ങളെ, മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ഇനി ആധുനിക കാലഘട്ടത്തിൽ നമ്മളായിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ വ്യക്തിവാദവും സ്വാർത്ഥ താല്പര്യങ്ങളും പലവിധത്തിലുള്ള വ്യത്യസ്തമായ രീതിയിലുള്ള പല രീതിയിലുള്ള കല്യാണങ്ങൾ, പല രീതിയിലുള്ള അവസ്ഥകളുമൊക്കെ കാണുന്ന ഈ ഒരു കാലഘട്ടത്തിൽ വിവാഹം എന്ന ഉദാശയിലൂടെ ഒന്നായി തീരുവാൻ തീരുമാനിച്ച മാതൃകയെയും അച്ഛനെയും ആദ്യമേ തന്നെ അഭിനന്ദിക്കുകയാണ്. ഇവരെ പ്രാർത്ഥിച്ച് ഒരുക്കി ഈ ഒരു നിലയിൽ ഇവിടെ എത്തിച്ച ഇവരുടെ മാതാപിതാക്കളെയും അഭിനന്ദിക്കുന്നു. സന്തോഷത്തോടും പ്രത്യാശയോടും വിജയകരമായ അങ്ങയുടെ സ്നേഹത്താലും വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഏറ്റുകർമ്മത്തിൽ പങ്കെടുക്കുന്നവരെയും അനുഗ്രഹിക്കണമേ. പിതാവുമായ പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. പ്രിയ സഹോദരരെ, വധുവരന്മാർ വിവാഹം എന്ന കുദാശയാൽ ബന്ധിതരാകാൻ പോകുന്നു. ഈ കുദാശ യോഗയോടുകൂടെ പരികർമ്മം ചെയ്തതിന് ഒരുവരും ധരിപ്പെട്ട് തന്നെ പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവരും കൂടി മൗനമായി പ്രാർത്ഥിക്കാം. ഇവരെ സ്നേഹത്തിൽ പതിപ്പിക്കുകയും ഉദാശയോടുകൂടി ചെയ്യാൻ അങ്ങയുടെ സമൃദ്ധമായ ശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആത്മവിഭൂഷിത മണവാട്ടി
സ്വയമേവം കുരിശിൽ പാവനബലിയായി ആനന്ദിക്കുക പ്രിയപുത്രീ ആകവി ഘോഷിതമണവാട്ടി നിന്നെ പ്രിയമണവാളൻ മരണങ്ങൾ നമ്മൾ ഈ വിവാഹശികളെ നമ്മളിലേക്ക് നൽകുകയാണ്. വാക്കുകൾ എന്ന മാത്രമേ മിശിഹായുടെ അനുസരിച്ച് ശുദ്ധമായ സൗഹൃദം പൂർണ്ണമായ സമ്മതത്തോടുകൂടെ അൽഫോൻസ എന്ന അൻഷനെ ഭാര്യയായി സ്വീകരിക്കുന്നു. അൽഫോൻസ എന്ന അൻഷൻ മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടുകൂടെ മാത്യു എന്ന മാതൃകുട്ടിയെ ഭർത്താവായി സ്വീകരിക്കുന്നു. നിങ്ങൾ ഈ വിവാഹത്തിന് സാക്ഷികളാണ്. നിങ്ങൾ തമ്മിലുള്ള കൂട്ടുകളുടെ അടയാളമായി പരസ്പരം വലത്ത് ചേർത്തിരിക്കുന്നു. ദൈവം നിങ്ങളോടുകൂടി സ്നേഹത്തോടും മനസ്സിനൈക്യത്തോടുകൂടി നമ്മുടെ പിതാവിന്റെയും പുത്രന്റെയും വഴി സദീപവാൻ സ്വീകരിച്ച കർത്താവിന്റെ വിശ്വാസവും സ്നേഹത്തിനും വധുവരന്മാരെ ലഭിക്കുന്ന കാര്യപൂർവ്വം ആശീർവദിക്കണമേ. സ്നേഹത്തിന്റെ പ്രതീകമായ താല്പര്യമായ സ്നേഹത്തിൽ പൂർണ്ണമായ വിശ്വസ്തതയിൽ നിലനിർത്തിക്കുമാറാകട്ടെ. ജീവിതത്തിലുണ്ടാവുന്ന ക്ലേശങ്ങൾ സന്തോഷപൂർവ്വം സഹിക്കുവാൻ ഇഷ്ടമനുസരിച്ച് പരിശുദ്ധരായി ജീവിക്കുവാനും മുറ്റത്തുമായിരിക്കുന്ന പുരുഷർക്ക് ശക്തിയാകട്ടെ. ഇത് ഇവരുടെ വിശ്വസ്തതയുടെ അടയാളമായിരിക്കുകയും ചെയ്യട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും നയിക്കും. കർത്താവായ ദൈവമേ, ദമ്പതികളുടെ സ്നേഹത്തിനെയും വിശ്വസ്തതയെയും അടയാളമായി പരസ്പരം അണിയുന്ന മോതിരങ്ങൾ ആശീർവദിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നയിക്കും. കൃപാവൃത്തിനനുസൃതത്തിൽ മനുഷ്യാത്മാവിനെ അനുഗ്രഹിക്കുന്നതായ ദൈവമേ, ഈ മന്ത്രകോടി ആശീർവദിക്കണമേ. പൂർണ്ണമായ ആത്മസമർപ്പണവും പരസ്പര സ്നേഹവും വഴി ഇത് ധരിക്കുവാൻ ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. ഒരു മണവാട്ടിയായ വിശുദ്ധ സഭയെ മഹത്വത്തിന്റെ വസ്ത്രമണിയിപ്പിച്ച കർത്താവേ, ലോകത്തിൽ നിഷ്കളങ്കരായി ജീവിച്ച് സ്വർഗത്തിന്റെ മഹത്വത്തിന്റെ വസ്ത്രമണിയുവാൻ ഇവിടെ യോഗ്യനാകുകയും ചെയ്യണമേ. ആമേൻ.
ഇന്നു മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടുകൂടെ ഏക മനസ്സോടെ ജീവിച്ചു കൊള്ളാമെന്ന് വിശ്വസുവിശേഷ സാക്ഷിയായി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനം അനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആന്തരിക സ്വാതന്ത്ര്യത്താൽ പരിശുദ്ധാത്മാവിന്റെ വരങ്ങളാൽ അവിടെ നിങ്ങളെ സമ്പന്നരാകട്ടെ. തിരുസഭയുടെ സഹായം ഇപ്പോൾ നിങ്ങളുടെ ഭരണകർത്താവും സംരക്ഷകനുമായിരിക്കട്ടെ. ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളിലും അവർ നിങ്ങൾക്ക് തുണയായിരിക്കട്ടെ. മാനസികവും ശാരീരികവുമായ ആരോഗ്യവും ഭൗതികമായ സുസ്ഥിതിയും അവിടെ നിങ്ങൾ ചൊരിയട്ടെ. ദൈവം നിങ്ങൾക്ക് നൽകുന്ന മക്കളെ സന്തോഷവും സ്വീകരിക്കുന്നതിന് അവരെ വിശുദ്ധിയോടുകൂടെ നയിക്കുന്നതിന് അവിടെ നിങ്ങളെ സഹായിക്കുന്നതാണ്. അവിടുത്തെ വിശുദ്ധിയെ നടത്തി ആരാധന സർവശക്തതാതന ഏകദൈവമേ വിശ്വസിപ്പുമർത്യരാം ഞങ്ങളങ്ങയിൽ ദൃശ്യലോകമെന്ന പോലെ ദൃശ്യലോകവും സൃഷ്ടി ചെയ്ത ദൈവമേ സർവപാലക സർവശക്തതാതനാമേകദൈവമേ വിശ്വസിപ്പുമർത്യരാം ഞങ്ങളങ്ങയിൽ സർവസൃഷ്ടിജാലവും തീർത്ത ദൈവമാം സത്യതാതനങ്ങിൽ നിന്നാദ്യജാതനാം സൃഷ്ടിയല്ല പുത്രനാം യേശു ദൈവജൻ വിശ്വസിപ്പുമർത്യരാം ഞങ്ങളങ്ങയിൽ ദൈവസൂനു ദൈവമാണേകസത്തയിൽ ലോകസൃഷ്ടി പൂർത്തിയായങ്ങിലൂടവേ മർത്യരക്ഷ നൽകുവാൻ പാവനാത്മനാ മർത്യരൂപമാർന്നിഹേ കന്യകാത്മജൻ പീലാത്തോസിൻ വാഴ്ചയിൽ പീഡയേറ്റവൻ ക്രൂശിലേറി ദാരുണം മൃത്യുവാർന്നവൻ 3 നാളിനുള്ളിൽ സത്യദൈവസൂനുവി മണ്ണിലുത്ഥിതൻ മഹത്വപൂർണ്ണ ശോഭയിൽ സ്വർഗമാർന്നു മഹിമയോടെ നിത്യപിതാവിൻ വലതുഭാഗമാർന്നു വാഴ്വു മഹിത കാന്തിയിൽ ഒടുവിലെത്തും ഈ മഹിയിൽ അന്നു വിധിയുമായി സകലരും ശ്രവിക്കും അന്ത്യവിധി വിനീതരായി താതനിൽ നിന്നെന്ന പോലെ സുതനിൽ നിന്നുമേ പ്രഭവമാർന്നു വാണിടുന്ന സത്യദൈവമായി ജീവനേകിടുന്ന മഹിത പാവനാത്മനിൽ വിശ്വസിപ്പു പൂർണ്ണമായി ഞങ്ങളേവരും
ജ്ഞാനസ്നാനവും ഏറ്റുചൊല്ലു സാദരം ഞങ്ങളേവരും. മർത്യമുക്തിയാമുയർപ്പും നിത്യജീവനും ഏറ്റുചൊല്ലു പൂർണ്ണമായി ഞങ്ങളേവരും. സർവശക്തനാം ഏകദൈവമേ വിശ്വസിക്കുമർത്യരാം ഞങ്ങളങ്ങയിൽ. വിവാഹബന്ധമുദാശയമായ സ്നേഹത്തിൽ നിസ്വാർത്ഥമായ ആത്മസമർപ്പണത്തിൽ അവിടുന്ന് നിങ്ങളെ കാത്തു പരിപാലിക്കട്ടെ. മിശിഹായായ നിങ്ങളും പരിശുദ്ധാത്മാവിന്റെ ആലയങ്ങളുമായ നിങ്ങളുടെ ശരീരങ്ങളെ ക്രിസ്തുപ്രിയകരമായി സജീവ ബലിയായി ദൈവത്തിന് സമർപ്പിക്കുക. ഈ കൂദാശ നിങ്ങളെ ശക്തരാക്കട്ടെ. സന്താന സൗഭാഗ്യം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയുടെ കൂട്ടായ്മയും നിങ്ങളുടെ കുടുംബം അഭിവൃദ്ധി പ്രാപിക്കട്ടെ. നിങ്ങളുടെ ജീവിതം അവിടുന്ന് ഐശ്വര്യപൂർണ്ണമാവുകയും നിങ്ങളുടെ ആശയവും പ്രതീക്ഷകളും അവിടുന്ന് സഫലമാക്കുകയും ചെയ്യട്ടെ. ആവശ്യനേര സഹായമായ നിരവധി ആത്മാർത്ഥ സുഹൃത്തുക്കളെ ദൈവം നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. സ്വർഗീയ മണിയരെ അവിടത്തേക്ക് സ്തുതിയും ബഹുമാനവും ആരാധനയും സമർപ്പിക്കുവാൻ നിങ്ങൾ യോഗ്യരാകട്ടെ. നവദമ്പതിമാരായ നിങ്ങളെ തിരുക്കർമ്മത്തിൽ പങ്കുചേർന്ന എല്ലാവരെയും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവം ആശീർവദിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. Saw you on the floor in the crowd yet alone. The music in my heart brings a loved up tone. Would you let me sing my love? I drifted through the night, you're the star in my sight. The moment makes it right for me and you. Would you let me sing my love? My heart snaps in two, baby, looking at you. Got it, sorry, got it, sorry, got it, sorry, got it, sorry, got it. The music slows down, my sweetheart, dancing with you. Oh, the sorry, got it, sorry, got it, sorry, got it, sorry, got it. പുതുമണവാളൻ വരവാകെ തിരനുറയാടും കടലാകെ മിന്നഴകാകവേ ഇനി ഒരു നാളും പിരിയാതെ ഒഴുകണം ഒരു മനമോടെ ഒന്നായി എന്നും ഒന്നായി. എല്ലാവരെയും വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. With the blessing of God and elders, we warmly welcome you all to this auspicious wedding ceremony. Let us celebrate the sacred bond of marriage and show the couples with our love and best wishes. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് നല്ലൊരു കഴിവ് കൊടുക്കുന്നുണ്ട്. നമുക്ക് മാധുവിനെയും അഞ്ജനെയും വേദിയിലേക്ക് വെൽക്കം ചെയ്യാം. എഴുതിയതാകെയും മായാനിലാവായി തിരിയല്ലേ
ഇന്നുവരെ കണ്ടതില്ല ഞാൻ പൊന്നുരുക്കി വെച്ച പെൺമുഖം. ഇന്നുവരെ കണ്ടതില്ല ഞാൻ പൊന്നുരുക്കി വെച്ച പെൺമുഖം. വിണ്ണിൽ നിന്നും വന്ന മണ്ണിൽ കൊട്ടുചേർന്ന പെണ്ണിവൾ കണ്ണിവൾ. തേടിക്കിട്ടിയൊരു വെണ്ണില പാതിരാവിൽ വന്നു പൊന്മഴ. തൂവൽ തുമ്പിൻ മുനയാലൊരു മൃദുലാക്ഷരം. സീമാതീത സൂര്യോദയ ദീപാങ്കുരം. ആകാശം നിന്നിട്ടെന്നൊരു പൊന്മാനം. മേലെ കണ്ടു കാണാൻ കോണിൽ കുളിരായി കുളിർ മഴ മരനായി. കാട്ടു ചെമ്പകം പൂത്തോട്ടെ നാട്ടു തത്തമ്മ കേട്ടോട്ടെ. നീ എനിക്കുള്ള കന്നി പെണ്ണാണേ. കാത്തു കിട്ടിയ മുത്താനെ തേടിക്കിട്ടിയ പൊന്നാനെ. കട്ടെടുത്തൊരു മോഹ സ്വത്താനെ. വരുമോ വരുമോ ഇതിലേ വരുമോ. നിന്നെ കാത്തു നിന്നൻ കാൽ കുഴഞ്ഞെ മോഹ പെൺമാനെ. നീ പോകാതെ പോകാതെ കൈവെടിയാതെ. നൂറു മോഹങ്ങൾ ദാഹങ്ങൾ തേടി വരുമ്പോൾ. തീരം തീരായോടായി ഒരു പ്രേമ സല്ലാപം. കാറ്റും മുളന്തൻ ഒരു ഗാന സല്ലാപം. മുകിലാനി മഴ പോലെയാണ് പകലേ. കാട്ടു ചെമ്പകം പൂത്തോട്ടെ നാട്ടു തത്തമ്മ കേട്ടോട്ടെ. നീ എനിക്കുള്ള കന്നി പെണ്ണാണേ. കാറ്റു കിട്ടിയ മുത്താനെ തേടിക്കിട്ടിയ പൊന്നാനെ. കട്ടെടുത്തൊരു മോഹ സ്വത്താനെ. പക്ഷേ ഞങ്ങൾക്ക് എന്നേയും ഞങ്ങളുടെ അച്ഛനെയാണ്. ഈ പ്രസംഗം എഴുതാൻ ഞങ്ങൾ കുറേ ദിവസമായി ശ്രമിക്കുകയാണ്. പക്ഷേ ഓരോ തവണ എഴുതാനിരുന്നപ്പോഴും എഴുതുന്നതിന് പകരം ഓർമ്മകൾ പറഞ്ഞു കരയുകയായിരുന്നു. അതുകൊണ്ട് ഇന്ന് ഇവിടെ തയ്യാറെടുപ്പില്ലാതെ ഒരുപാട് വികാരങ്ങളുടെയും അതിരുകളില്ലാത്ത സ്നേഹത്തോടെയാണ് ഞങ്ങളിവിടെ നിൽക്കുന്നത്. നീ ഓർക്കുന്നുണ്ടോന്നറിയില്ല, ഒരു മുറിയിൽ ഏറ്റവും വലിയ ശബ്ദം നമ്മുടെ എല്ലാവരുടെയും കൂടി ഇരിക്കുമ്പോൾ നിന്റെയായിരുന്നു. ഏറ്റവും വലിയ കുസൃതികളും തമാശകളും പറഞ്ഞ് എല്ലാവരെയും പൊട്ടിച്ചിരിപ്പിച്ചിരുന്ന നീയായിരുന്നു. ഏറ്റവും ഉച്ചത്തിൽ ചിരിക്കുകയും ഏറ്റവും പെട്ടെന്ന് കരയുകയും, പക്ഷേ എന്ത് സംഭവിച്ചാലും എല്ലാം ശരിയാവുമെന്ന് ഞങ്ങളെ വിശ്വസിപ്പിക്കുകയും ചെയ്തിരുന്നത് നീയായിരുന്നു. അതായിരുന്നു ഞങ്ങളുടെ അഞ്ചു. എന്നും അങ്ങനെ തന്നെയായിരിക്കും. നീ എന്നും ഞങ്ങളുടെ പ്രിയപ്പെട്ടവനാണ്. ഞങ്ങൾക്കൊരു കസിൻ മാത്രമല്ല നീ. വെറുതെ വിശേഷം അറിയാൻ വിളിക്കുന്ന ആളായിരുന്നു. പ്രത്യേകിച്ച് ഒരു കാരണവുമില്ലാതെ സുഖമാണോ എന്ന് ചോദിക്കാൻ മാത്രം വിളിക്കുന്നവരാണ്. ഞങ്ങൾക്ക് ആശ്വാസം തോന്നാൻ മാത്രം വിളിക്കുന്നവരാണ്. ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രയാസമുള്ള ദിവസങ്ങളിൽ ഞങ്ങളുടെ കൂടെ ഇരുന്ന് ആളായിരുന്നു നീ. പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കാതെ വെറുതെ ഞങ്ങളുടെ കൂടെ നിന്നു. പക്ഷേ ആ സാന്നിധ്യം മാത്രം മതിയായിരുന്നു. അതായിരുന്നു ഞങ്ങൾക്കപ്പോൾ ആവശ്യം. നിന്റെ കൂടെയാണ് ഞങ്ങൾ വളർന്നത്. നിന്റെ വാശിയും കുട്ടിത്തവും ചെറിയ കാര്യങ്ങൾ പോലും വലിയ
ആക്ഷൻ കാണിക്കുന്ന ആ സ്വഭാവവും അതിൻ്റെ പേരിൽ എത്രയോ തവണ ഞങ്ങൾ കളിയാക്കിയിട്ടുണ്ട്. പക്ഷെ സത്യം പറഞ്ഞാൽ അതിലെ ഓരോ കാര്യവും ഞങ്ങൾ ഹൃദയത്തിൽ നിറഞ്ഞ് സന്തോഷിച്ചിരുന്നു. കാരണം ആ കുട്ടിത്വം അതായിരുന്നു നിന്റെ മനസ്സ്. നിഷ്കളങ്കതയും പൂർണ്ണമായ ആത്മാർത്ഥതയുമായ ഒരു ഹൃദയം. സ്നേഹിക്കാൻ നിനക്കൊരിക്കലും ഒരു കാരണം വേണ്ടായിരുന്നില്ല അഞ്ജു. നീ ഒരിക്കലും കണക്ക് കൂട്ടി സ്നേഹിച്ചിട്ടില്ല. ഒരു ചെറിയ പിണക്കമായാലും വലിയ മൗനമായാലും ആദ്യം വന്ന് സംസാരിച്ച് എന്നും നീയായിരുന്നു. എന്നും അതിനുവേണ്ടി വേണ്ടത്ര നന്ദി ഞങ്ങൾ ഒരിക്കലും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇന്ന് പറയട്ടെ, നന്ദി അഞ്ജു. ഓരോ ഫോൺ കോളിനും ഓരോ ഹക്കിനും ഞങ്ങൾ നിന്നെ ഏറ്റവും ആവശ്യമുണ്ടായിരുന്ന ഓരോ നിമിഷത്തിലും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നതിന്. ഇന്ന് നീ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഒരു പുതിയ അധ്യായത്തിലേക്ക് കടക്കുകയാണ്. അതിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. പക്ഷേ അത് പറയുമ്പോൾ തന്നെ മനസ്സിന് ചെറിയൊരു വേദനയുണ്ട്. കാരണം ഇനി മുതൽ ഞങ്ങളുടെ കസിൻസ് ഗ്രൂപ്പിൽ പഴയതുപോലെ ആയിരിക്കില്ല. ഞങ്ങൾക്ക് മാത്രമായിരുന്ന ഞങ്ങളുടെ അഞ്ജു ഇനി ഒരു പുതിയ കുടുംബത്തിൻ്റെ ഭാഗമാകുകയാണ്. പക്ഷേ ഞങ്ങൾക്കങ്ങനെയല്ല. എവിടെയായാലും, ഏത് പുതിയ വീട്ടിലായാലും, ഏത് പുതിയ ജീവിതത്തിലായാലും ഞങ്ങൾ നിന്റെ കൂടെ ഉണ്ടാവും. നീ ഞങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിന്റെ ഉറക്കം ചിരിക്കുന്ന ആ ചിരിയും എല്ലാവരുടെയും ഇഷ്ടഭക്ഷണം ഓർത്തുവയ്ക്കുന്ന ആ കരുതലിനും യാതൊരു നിബന്ധനകളുമില്ലാതെ സ്നേഹിക്കുന്ന ആ വലിയ മനസ്സിനും ഞങ്ങൾ എന്നും നന്ദി പറയും. അഞ്ജു, ജീവിതം നിന്നിലേക്ക് കൊണ്ടുവരാൻ പോകുന്ന എല്ലാ മനോഹരമായ കാര്യങ്ങൾക്കും നീ അർഹയാണ്. മറ്റുള്ളവരെ നീ ഇത്ര ആത്മാർത്ഥമായി സ്നേഹിക്കുന്നത് കൊണ്ട് നിനക്കും ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരാളെ അർഹിക്കുന്നു. ഞങ്ങൾ വിശ്വസിക്കുന്നു അങ്ങനെ ഒരു സ്നേഹം നീ കണ്ടെത്തി കഴിഞ്ഞു. ഞങ്ങൾ നിന്നോട് കൂടെ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നു. ഈ പ്രസംഗത്തിന് പറഞ്ഞു തീർക്കാൻ കഴിയുന്നതിലും കൂടുതൽ ഞങ്ങൾ എല്ലാവരുടെയും വന്ന ഞങ്ങളുടെ കസിൻസ് ഗ്രൂപ്പിൻ്റെ വക ഞങ്ങളുടെ ആദ്യ കുടുംബത്തിന് വന്ന ഹാപ്പി മാരേജ്. കണ്ടപ്പോൾ കണ്ടെത്തി ഞാൻ 1000 താരകൾ പൂത്തുവെന്ന്. പിന്നെയും പിന്നെയും കണ്ട നേരം പുഞ്ചിരി പൂത്തുലഞ്ഞു. കാണാതെ വയ്യെന്ന തോന്നലായി, കണ്ടിട്ടും കണ്ടിട്ടും പോരാറായി. തൊട്ടപ്പോൾ ആത്മാവിൽ തേൻ നിറഞ്ഞു, പൂ പോലെ നീ വിരിഞ്ഞു. ഉള്ളിൽ ഒളിച്ചൊരു മോഹമെല്ലാം കള്ളത്തരങ്ങളുടെ തുള്ളികളായി. കണ്ട നേരം കൊണ്ടലായി, കൊണ്ടലിൽ മിന്നലായി. മിന്നൽ വള കയ്യിൽ ഇട്ട പെണ്ണഴകേ, എത്തിത്തോടാൻ എത്തുകില്ല മാറിവില്ലാണു നീ. മിന്നൽ വള കയ്യിൽ ഇട്ട പെണ്ണഴകേ, എത്തിത്തോടാൻ എത്തുകില്ല മാറിവില്ലാണു നീ. ചന്ദനം തൊട്ട് അത്തിമരച്ചോട്ടിൽ വന്നാൽ താരകരാവ്. രാവിൽ നിന്റെ പൂമുഖം കണ്ട് പുളകം കൊണ്ട് നല്ലിളം കാറ്റ്. കണ്ണാടി പുഴയിലെ പൂന്തിരകൾ പെണ്ണഴക
സ്വപ്നമാലകളാകെ തേടി വന്ന പൂവുകളായി പുൽക്കൂടിനരികിലായി ചേർന്നിരിക്കാം